നിങ്ങൾ ഇതുവരെ വെള്ളം കുടിച്ചിരുന്നത് തെറ്റായ രീതിയിലാണ് എന്നതിനുള്ള 6 പ്രധാന കാരണങ്ങൾ. എല്ലാ മനുഷ്യർക്കും അതിജീവനത്തിനായി അനിവാര്യമായ ഒരു വസ്തുവാണ് ജലം. വാസ്തവത്തിൽ മനുഷ്യ ശരീരത്തിന്റെ 2 ഭാഗവും ജലമാണ്. വെള്ളം കുടിക്കുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. എന്നാൽ തെറ്റായ രീതിയിൽ വെള്ളം കുടിക്കുന്നതിലൂടെ അത് നമുക്ക് ഹാനികരമാവാനും സാധ്യതയുണ്ട്. ഇനി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ അറിയാതെ തന്നെ തെറ്റായ രീതിയിലായിരിക്കും ഇതുവരെ വെള്ളം കുടിച്ചിരുന്നത്. അത് ഏതൊക്കെയാണ് എന്നറിയുന്നതിനായി നിങ്ങൾ തയ്യാറാണോ? എന്നാൽ കമന്റ് സെക്ഷനിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ. നമ്പർ 1, ധാരാളം വെള്ളം ഒറ്റയടിക്ക് കുടിക്കുക. അല്പം കഠിനമായ ജിം സെഷനിൽ നിന്നും തിരികെ വന്ന ഉടനെ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഒരു വലിയ ഗ്ലാസ് നിറയെ തണുത്ത വെള്ളം എടുത്ത് ഒരുമിച്ച് കുടിക്കും. ആ സമയത്ത് വളരെയധികം വേഗത്തിലും വലിയ അളവിലുമായിരിക്കും നിങ്ങൾ വെള്ളം കുടിക്കുക. ഇതിൽ എന്താണ് തെറ്റായിട്ടുള്ളത്? പക്ഷെ വാസ്തവത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. റെക്കോർഡ് വേഗത്തിൽ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ജലാംശം വളരെ പെട്ടെന്ന് വരുന്നു. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിസർജിക്കുവാൻ തോന്നുന്നു. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിന് ജലാംശം സൂക്ഷിച്ചു വയ്ക്കുവാൻ സാധിക്കുന്നില്ല. അതിലൂടെ ഭക്ഷ്യവസ്തുക്കൾ ആഗിരണം ചെയ്യുന്നത് കുറയുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് കുറയുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, വലിയ അളവിൽ പെട്ടെന്ന് വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ വായിലെ പ്രധാനപ്പെട്ട ഘടകവും ദഹന പ്രക്രിയയിൽ പ്രാധാന്യമുള്ളതുമായ സലൈവയുടെ അളവ് കുറയ്ക്കുന്നു. സലൈവ വയറിലെ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രേരണ നൽകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ആവശ്യത്തിന് സലൈവ ഇല്ലെങ്കിൽ അത് ദഹന പ്രക്രിയയെ ബാധിക്കുന്നു. അതിലൂടെ ഭക്ഷ്യവസ്തുക്കളുടെ ദഹനം ബാധിക്കപ്പെടാം. നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ആരോഗ്യം നൽകുന്നതുപോലെ മനസ്സിന്റെ ആരോഗ്യം നിലനിർത്താനായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് വായന. വായിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യം മികച്ചതാകുന്നു. പുസ്തകം വായിക്കേണ്ട, അതിനുള്ള സമയമില്ലല്ലോ എന്ന ചിന്തയൊന്നും വേണ്ട. കുക്കു FM-ൽ ഒരു പുസ്തകത്തിന്റെ ഓഡിയോ വേർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കുക്കു FM നിങ്ങളുടെ സമയത്തെ ശരിയായ രീതിയിൽ ജീവിത വിജയത്തിനായി ഉപയോഗിക്കാൻ സഹായിക്കുന്നതാണ്. എംപവർ യുവർ ബെസ്റ്റ് ഹാബിറ്റ്സ് എന്ന ഓഡിയോ ബുക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള മികച്ച പാഠങ്ങൾ നൽകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ വിജയിക്കുവാനായി മറ്റുള്ളവർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 100 Things Successful People Do എന്ന ഓഡിയോ ബുക്കും കേൾക്കാവുന്നതാണ്. ഈ റിപ്പബ്ലിക് ഡേ കൂടുതൽ അറിവ് നേടാനായി ഉപയോഗിക്കും. വമ്പൻ വിലക്കുറവിൽ പ്രീമിയം ഓഡിയോസ് കോണ്ടന്റ്സും എക്സ്ക്ലൂസീവ് ഷോസും പരസ്യമില്ലാതെ കേൾക്കാനായി കുക്കു FM ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആനുവൽ സബ്സ്ക്രിപ്ഷനിലും ആദ്യത്തെ മാസത്തെ സബ്സ്ക്രിപ്ഷനിലും 60% ഓഫർ നേടുന്നതിനായി India 60 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരുപാട് ദാഹം തോന്നുകയാണെങ്കിൽ വെള്ളം കുടിക്കുവാനുള്ള ശരിയായ രീതി എന്താണ്? ഒരു ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ വാസ്കുലർ ജനറൽ സർജനായ ഡോക്ടർ ലിയോനാർഡ് സ്മിത്ത് പറയുന്നതനുസരിച്ച് ദിവസം മുഴുവനും 2 മുതൽ 3 ഔൺസ് വരെ അളവിൽ പതിയെ വെള്ളം കുടിക്കുന്നത് ഗുണകരമാണ്. അതായത് ഓരോ മണിക്കൂറിലും ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദാഹം താനേ ശമിക്കുന്നതാണ്. വേഗത്തിൽ വെള്ളം കുടിക്കുന്നത് മോശമാണെന്ന് പറയുന്നതിന് മറ്റൊരു കാരണവുമുണ്ട്. ഒരുപാട് വെള്ളം കുടിക്കുക എന്നതും ശരിക്കും ഒരു പ്രശ്നമാണ്. ഉദാഹരണത്തിന്, പുറത്തെവിടെയെങ്കിലും പോയതിനു ശേഷം, വർക്കൗട്ടിന് ശേഷമോ നിങ്ങൾക്ക് ഒരുപാട് ദാഹം തോന്നുകയും നിങ്ങൾക്ക് ഒരുപാട് വെള്ളം ഒറ്റയടിക്ക് കുടിച്ചു തീർക്കുകയും ചെയ്തു എന്ന് കരുതുക. അത്തരമൊരു സാഹചര്യത്തിൽ ഹൈപ്പോനട്രീമിയ എന്ന അവസ്ഥ കാരണം നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായ അളവിൽ ശരീരത്തിന്റെ ജലാംശം വർദ്ധിക്കുമ്പോൾ കോശങ്ങളിലുള്ള സോഡിയത്തിന്റെ അളവ് കുറയുകയും അവയിൽ ജലാംശം കൂടുകയും ചെയ്യുന്നു. അങ്ങനെ കോശങ്ങൾ വീർക്കുന്നു. ഇനിയെങ്കിലും ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കാതെ ചെറിയ അളവിൽ സമയമെടുത്ത് കുടിക്കുന്നത് പരിഗണിക്കുക. നമ്പർ 2, ധാരാളം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ വെള്ളം കുടിക്കുക. ഒരു വലിയ പാത്രം ന്യൂഡിൽസ് ആയാലും അമ്മ ഉണ്ടാക്കിയ പോട്ട് റോസ്റ്റ് ആയാലും ചില സമയത്ത് ഇതുപോലെ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഒരു വലിയ ഗ്ലാസ് നിറയെ വെള്ളം കുടിക്കുക എന്നുള്ളത് ആശ്വാസകരമായി തോന്നും. എന്നാൽ ഇത് നിങ്ങളുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. കാരണം ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ വയറിൽ ധാരാളം പ്രക്രിയകൾ ആരംഭിക്കുന്നു. ദഹന പ്രക്രിയ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ വയറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദഹനരസങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറിയ കണികകളാക്കി മാറ്റുന്നതിനായി കഠിനാധ്വാനം ചെയ്യുന്നു. അതിലൂടെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിനുകൾ, പോഷകങ്ങൾ തുടങ്ങിയവ ആഗിരണം ചെയ്യാൻ സാധിക്കുകയും ബാക്കിയുള്ളവ കുടലിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയകളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ ദഹനരസങ്ങളുടെ കാഠിന്യം കുറയുകയും ഇൻസുലിൻ ഹോർമോണുകളുടെ ലെവൽ വർദ്ധിക്കുകയും ചെയ്യുന്നു. ദഹന പ്രക്രിയയിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ കാരണം നിങ്ങൾക്ക് അജീർണം, വായു പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആഹാരത്തിന് ശേഷം ഉടനെ തന്നെ ജലം കുടിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഏക കാരണം. ഭക്ഷണത്തിന് തൊട്ടു മുന്നേ ധാരാളം ജലം കുടിക്കുന്നതും ഇതേ അവസ്ഥകൾക്ക് കാരണമാകും. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പതിയെ ചെറിയ അളവിൽ കുടിക്കുന്നത് കുഴപ്പമില്ല. ഇനി ഇതിനുള്ള പരിഹാരം എന്താണ്? ആഹാരം കഴിച്ചതിന് ശേഷം 1-2 മണിക്കൂർ കഴിഞ്ഞ് മാത്രം വെള്ളം കുടിക്കുക. കാരണം ആ സമയം കൊണ്ട് ദഹന പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ടാവാം. അതിനുശേഷം വെള്ളം കൊണ്ട് ദഹന പ്രക്രിയയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യില്ല. ഇനി ആഹാരം കഴിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ 40 മിനിറ്റ് മുന്നേ വെള്ളം കുടിക്കുന്നതാണ് ഉത്തമം. നമ്പർ 3, തണുത്ത വെള്ളം കുടിക്കുന്നത്.
തണുത്ത വെള്ളം കുടിക്കുന്നത് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല, പ്രത്യേകിച്ചും വേനൽക്കാലത്ത് ചൂടുള്ള ദിവസങ്ങളിൽ വെള്ളം കുടിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് തണുത്ത വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ രക്തക്കുഴലുകൾ ചുരുക്കുകയും ദഹന പ്രക്രിയയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം അറിയാമോ? തണുത്ത വെള്ളം കുടിക്കുന്നത് കാരണം നിങ്ങളുടെ ശരീരത്തിൽ അനാവശ്യമായ കൊഴുപ്പുകൾ വന്നടിയാൻ സാധ്യതയുണ്ട്. കാരണം തണുപ്പ് കൊഴുപ്പിനെ ഖരാവസ്ഥയിലേക്ക് മാറ്റുന്നു. അതുകൊണ്ട് തന്നെ തണുത്ത വെള്ളം കുടിച്ചുകൊണ്ട് നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഒന്നും കാണുവാൻ സാധിച്ചു എന്ന് വരില്ല. അതുമാത്രമല്ല, തണുത്ത വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ തൊണ്ടയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും നിങ്ങളുടെ ജോയിൻസിൽ വേദന ഉണ്ടാക്കുകയും അതോടൊപ്പം നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കുറയ്ക്കാനും സാധ്യതയുണ്ട്. അതിനുള്ള കാരണം എന്തെന്നാൽ തണുത്ത വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ വേഗസ് നെർവിനെ ബാധിക്കാം. നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഒരേപോലെ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ വേഗസ് നെർവ്. തണുത്ത വെള്ളം കുടിക്കുന്നതിലൂടെ വേഗസ് നെർവിന്റെ പ്രവർത്തനം കുറയുകയും അതുവഴി ഹാർട്ട് റേറ്റ് കുറയുകയും ചെയ്യുന്നു. ഇത് വളരെയധികം അപകടകരമായ ഒരു അവസ്ഥയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുന്നതിനായി തണുത്ത വെള്ളത്തിന് പകരം സാധാരണ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. തണുത്ത വെള്ളം കുടിക്കുന്നതിൻ്റെ അത്രയും സുഖകരമല്ലെങ്കിലും സാധാരണ വെള്ളം ഇടയ്ക്കിടെ കുടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അതും ഇഷ്ടപ്പെട്ടു തുടങ്ങും. നമ്പർ 4, ഓടിക്കൊണ്ടോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത്. ജോലി തിരക്കിനും സോഷ്യൽ ലൈഫിനും ഇടയിൽപ്പെട്ട നിങ്ങൾ ഈയിടെ കുറച്ച് ബിസിയാണല്ലേ? അതുകൊണ്ട് തന്നെ കുറച്ച് പതിയെ പോകാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ പക്കൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത്തരം ഒരു ജീവിത സാഹചര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കിടയിൽ തന്നെ വെള്ളം കുടിക്കുക എന്നത് നിങ്ങളുടെ ഒരു ശീലമായിരിക്കാം. ഉദാഹരണത്തിന് നിൽക്കുമ്പോഴും ഓടുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ. എന്നാൽ എളുപ്പമുള്ള ഈ ശീലം നിങ്ങളുടെ ശരീരത്തിൽ ദുരിതം സൃഷ്ടിക്കാം. പ്രത്യേകിച്ച് ഇത് നിങ്ങളുടെ ഫിൽട്രേഷൻ സിസ്റ്റംസിനെ തന്നെ ആയിരിക്കും ബാധിക്കുക. അതായത് നിങ്ങളുടെ കിഡ്നികളെ ബാധിക്കുന്നതാണ് ഇത്. കാരണം നിങ്ങൾ നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ഓടുമ്പോഴോ ആണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വെള്ളം കുടിക്കുന്ന തോത് വളരെ വേഗത്തിലായിരിക്കും. ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് നമ്മൾ ഇതിനു മുന്നേ കണ്ടതുമാണ്. നിൽക്കുമ്പോൾ നിങ്ങളുടെ നാഡീ വ്യവസ്ഥയും ശരീരത്തിൻ്റെ മറ്റു വ്യവസ്ഥകളും ഇരിക്കുമ്പോൾ ഉള്ളതിൻ്റെ അത്ര റിലാക്സ്ഡ് അല്ലാത്തതുകൊണ്ട് അത്തരം അവസ്ഥകളിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ദോഷം ചെയ്യുന്നു. ദഹന പ്രക്രിയയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നതിന് ഇത് കാരണമാകും. ഈ രീതിയിൽ ജലാംശം കൃത്യമായി ശരീരത്തിന് ആഗിരണം ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ശരീരത്തിൽ പല സ്ഥലങ്ങളിലും നീരും വേദനയും ഉണ്ടാകും. ചില പേശികൾക്കും നാഡികൾക്കും ആവശ്യമായ ജലാംശം ശരിയായ രീതിയിൽ ലഭിക്കാതെ വരുന്നതാണ് ഇതിന് കാരണം. ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നായി തോന്നാമെങ്കിൽ പോലും സ്വയം എവിടെയെങ്കിലും ഒരിടത്തിരുന്ന് പതിയെ വെള്ളം കുടിക്കാനുള്ള സമയം നൽകുവാൻ ശ്രമിക്കുക. അത് വെറും 5 മിനിറ്റ് ആണെങ്കിൽ കൂടി അതിലൂടെ നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. നമ്പർ 5, പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കുന്നത്. ഉറക്കം എഴുന്നേൽക്കുക, പല്ല് വൃത്തിയാക്കുക, പ്രഭാത ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? മിക്കവാറും ആളുകൾ ഇതേ രീതിയിലാണ് രാവിലെ കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ ഉറക്കം എഴുന്നേറ്റ ഉടൻ അതും പല്ല് വൃത്തിയാക്കുന്നതിന് മുൻപേ തന്നെ വെള്ളം കുടിക്കാതിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾ വേണ്ട എന്ന് വയ്ക്കുകയാണ്. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ വായ മുഴുവനും സലൈവ ആയിരിക്കും. ഇത് നിങ്ങളുടെ ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കാതെ ഇരിക്കുന്നതിലൂടെ നിങ്ങൾ ധാരാളം ഗുണങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത്. ഈ സലൈവയൊക്കെ ശരീരത്തിനുള്ളിൽ എത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ ദഹന പ്രക്രിയ ദിവസം മുഴുവനും മെച്ചപ്പെട്ടതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കിടക്കയുടെ അടുത്തായിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു വയ്ക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഉറക്കം എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾക്ക് ചെറിയ അളവിൽ വെള്ളം കുടിക്കുവാൻ സാധിക്കുന്നതാണ്. ഒറ്റയടിക്ക് കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അതിനുശേഷം പല്ല് വൃത്തിയാക്കുക. അങ്ങനെ നിങ്ങളുടെ പ്രഭാതം കൂടുതൽ സുന്ദരമാവുകയും ചെയ്യും. നമ്പർ 6, ഉറങ്ങുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതിരിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ എഴുന്നേറ്റ് യൂറിനേറ്റ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇരുട്ടത്ത് എഴുന്നേറ്റ് നടക്കുന്നതിനിടയ്ക്ക് കാൽവിരലുകൾ എവിടെയെങ്കിലും ഇടിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഇതിന്റെ പേരിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ കിടക്കുന്നത് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ വരെ സാധ്യതയുണ്ട്. അമേരിക്കൻ ജേണൽ ഓഫ് എപ്പിഡോമോളജിയിൽ 2002 പബ്ലിഷ് ചെയ്ത ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിനും സമാനമായ മറ്റ് ദ്രാവകങ്ങൾക്കും ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുമത്രേ. ഒരു ദിവസം 5-6 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവുന്നതിനെ തടയും എന്നവർ കണ്ടെത്തി. അതോടൊപ്പം തന്നെ അവർ കണ്ടെത്തിയ മറ്റൊരു കാര്യമാണ് ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ രക്തചംക്രമണം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ഹാർട്ട് അറ്റാക്കുകൾ മിക്കവാറും പ്രഭാത സമയങ്ങളിൽ സംഭവിക്കുന്നതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുന്നേയുള്ള ഈ വെള്ളം കൂടി വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ്. വെള്ളം കുടിക്കുന്നതിനെ പറ്റിയുള്ള ഇത്രയധികം അറിവുകൾ കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നിക്കാം. എന്നാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ സ്ട്രെസ് ആവരുത്. പെട്ടെന്ന് നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിനെ പറ്റിയുള്ള ആകുലത ഉണ്ടാവുകയാണെങ്കിൽ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് എന്താണ് വേണ്ടതെന്ന് നോക്കുക. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് വെള്ളം ദാഹിക്കുന്നില്ലെങ്കിൽ നിർബന്ധിച്ച് വെള്ളം കുടിക്കേണ്ട ആവശ്യവുമില്ല. ശരീരം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനായി വെള്ളം കുടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുക. അതിനായി ഒരു cheers. ഈ പറഞ്ഞവയിൽ നിങ്ങൾ ഏതൊക്കെ തരത്തിലാണ് വെള്ളം കുടിക്കുന്നത്? കമന്റ് സെക്ഷനിൽ പറയുക.